ഹലോ ഡിയേഴ്സ്, ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സ്കിൻ കെയർ ഓയിലിനെ കുറിച്ചാണ് കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്കിൻ കെയർ ഓയിൽ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ടും ക്യാരറ്റും ആണ് കേട്ടോ. അങ്ങനെ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതുപോലെ ക്യാരറ്റും കൂടി ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തീരെ വെള്ളമില്ലാതെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാലേ അതിൻ്റെ ഗുണങ്ങളും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരുമിച്ച് ഇട്ട് അടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടും ആണ് കേട്ടോ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ അരച്ചതിന് ശേഷം ഇതിൻ്റെ നീര് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നീര് മാത്രമാണ് നമുക്ക് ആവശ്യം. അങ്ങനെ നമ്മൾ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക കേട്ടോ. വെള്ളം ഫുള്ള് വറ്റിയതിന് ശേഷം ഒഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പിടാത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ. ഉപ്പിടാത്ത വെളിച്ചെണ്ണ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ഓയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പിടാത്ത വെളിച്ചെണ്ണ ആയിരിക്കും ചേർക്കുക എന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് പോവുകയാണെങ്കിൽ അത് ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ അംശം ചട്ടിയുടെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ചട്ടിയുടെ സൈഡിലൊക്കെ അപ്പോൾ തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊരു 5-6 മിനിറ്റ് ഇങ്ങനെ തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നില്ലല്ലോ, പറഞ്ഞുതരാം. നമ്മുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കുക മാത്രമല്ല കേട്ടോ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. നമ്മുടെ പിമ്പിൾസും മുഖത്തുണ്ടാകുന്ന ഡാർക്ക്നെസ്സും എല്ലാം ഈ ഒരു എണ്ണ യൂസ് ചെയ്യുമ്പോൾ മാറും കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരുന്ന ഒരു എണ്ണയാണ് കേട്ടോ ഇത്. അങ്ങനെ ഇത് തിളച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് നമ്മളിതൊരു കുപ്പിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല നനവില്ലാത്തൊരു കുപ്പിയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കിത് ഒരുപാട് കാലം യൂസ് ചെയ്യാനുള്ള എണ്ണ ഉണ്ട് കേട്ടോ ഇത്. നമ്മളിപ്പോൾ 250 മില്ലി എണ്ണ കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് തന്നെ നമുക്ക് ഒരുപാട് മാസം യൂസ് ചെയ്യാണ്ട് 1-2 മാസം ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.